എപ്പോ നോക്കിയാലും അവളുടെ പിറകെ തന്നെ. അവൾക്കിട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് നീതു എന്നല്ല. ഗൗരി, നിന്നെ ഞാൻ എടുത്തോളാടി. എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ട് അവൾ ആളാകുന്നോ? ഇന്ന് നിനക്കിട്ട് ഞാൻ പണി തന്നില്ലെങ്കിൽ എന്റെ പേര് നീതു എന്നല്ല. നീതു, നീതു, ഇങ്ങോട്ട് നോക്ക്. എന്തു പറ്റി? എന്റെ ഡ്രസ് ഒന്ന് നോക്ക് നീതു. നീ അതെ, നീ എന്താണ് ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ചവരേക്ക് നിന്റെ പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുന്നത്? എന്ത് സംഭവിച്ചു? അത് പറയാതെ നീ ചോക്ലേറ്റ് എല്ലാം കണ്ട് അതിനകത്തേക്ക് മറിഞ്ഞു വീണോ? റിച്ച് പാർട്ടി ആടിയത്. ദനീതു, ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. നീ കാര്യം പറഞ്ഞോളൂ, എന്ത് പറ്റി? എന്ത് പറ്റാനാ? നീ ദാരിദ്ര്യം പിടിച്ചവരേക്ക് പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുകയല്ലേ? അതെ അതെ, ആ പിള്ളേരെ ആക്രാന്തം നന്നായിട്ട് എന്റെ മേലെ കൂടെ തട്ടി മറിച്ചിട്ടു ഐസ്ക്രീം. ഓഹോ, അവരങ്ങനെയും ചെയ്തോ? ചെയ്തോന്നോ? അതിന്റെ ഇടയിൽ കൂടെ വേറൊന്ന്. ടീച്ചറാണത്ര, ടീച്ചർ. കൊൽസ ടീച്ചറല്ലേ? അതെ അതെ. അവരെന്നെ നാണം കെടുത്തി നീതു. എല്ലാവരും എന്നെ കളിയാക്കി അവിടെ കൂട്ടച്ചിരിയായിരുന്നു. ഇതിനൊക്കെയുള്ള പണി ഞാൻ അവർക്കിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെടി. നിങ്ങളൊക്കെ എന്റെ കൂടെ തന്നെ നിന്നോളണം. ഞങ്ങളുണ്ട് നീതു. നാശങ്ങളെ, എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ട് അവരാളാകുന്നോ? അവൾ കിട്ടുന്നൊരു പണി ഞാൻ കൊടുത്തിരിക്കും, നോക്കിക്കോ. എന്റെ പ്ലാൻ അതെന്താണെന്ന് നിനക്ക് അറിയണോ? നോക്ക്, എന്റെ കയ്യിലേക്ക് നോക്ക്. നിന്റെ കയ്യ് ഈ റിങ് എത്രമാത്രം വിലപിടിപ്പുള്ളതാണെന്ന് നിനക്കറിയാവോ? എന്റെ ഡാഡി എനിക്ക് ദുബായിൽ നിന്നും അയച്ചു തന്നതാ. ഈ റിങ് ഞാൻ ആരും കാണാതെ ഗൗരിയുടെ ബാഗിൽ തന്നെ കൊണ്ടുപോയി വെക്കാം. അവൾ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് തൊപ്പിയിടുന്നത് എനിക്ക് കാണണം. സന്തോഷമായില്ലേ നിനക്ക്? സന്തോഷമായെന്നോ? ഒരുപാട്. എന്നാലേ നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ ഇപ്പോൾ തന്നെ വന്നേക്കാം. ഓക്കേ നീതു. നീ ഇത് എന്ത് പണിയാ നീതു കാണിച്ചേ? ഞാൻ എന്ത് പണിയാ കാണിച്ചതെന്ന് എല്ലാവരും ഇപ്പോൾ തന്നെ അറിയും. നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഞങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്ന് മാറി നിൽക്കുന്നത്? ഓ എടി ബുദ്ധൂസേ, അതൊന്നും വല്ല കാര്യം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്ന്? എന്നിട്ട് നീ കൊടുത്തോ? കൊടുത്തോന്നോ? എപ്പോഴേ കൊടുത്ത്. ഈ നീതുവിനോടാ അവളുടെ കളി. ഈ നീതുവിന്റെ പവർ എന്താണെന്ന് ഇന്ന് എല്ലാവരും അറിയാൻ പോവുക, അതും എന്റെ ബർത്ത്ഡേ ദിനത്തിൽ വെച്ച്. എന്താണ് നീ ഒപ്പിച്ചത്? ഞങ്ങളോട് പറ. അതൊക്കെ ഉണ്ടടി, നീ കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയേ. നേരത്തെ കേട്ടാലേ അന്ന് ത്രില്ല് പോകൂലേ? അപ്പൊ നീ സാവധാനം ഇവിടെ നിന്ന് കളിയെല്ലാം കാണേ, ഓക്കേ? എന്തൊക്കെയാ ഈ പെണ്ണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല. ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കി തരാം. മമ്മി, 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 എന്തിനാ നീ ഇപ്പോ ഇങ്ങോട്ട് വിളിക്കുന്നേ? അതൊക്കെയുണ്ട് മോളസേ, നീ കുറച്ചു നേരം നിന്റെ നാവൊന്ന് അടക്കി പിടിക്ക്. മമ്മി, മമ്മി, ഇവിടെ നീ കൊച്ചുകുട്ടികളെ പോലെ മമ്മിയെ വിളിക്കുന്നത് എന്താ? വാവ്, അവളുടെ മമ്മി നോക്ക്, കാണാൻ എന്നാ ലുക്കാ. നീതു, നീ എന്തിനാ കടന്ന് ഇങ്ങനെ ഒച്ച വെക്കുന്നേ? ആളുകൾ ശ്രദ്ധിക്കില്ലേ? മമ്മി, ഞാൻ ഇങ്ങനെ ഒച്ച വെക്കാതിരിക്കും. നോക്ക് മമ്മി. എന്താ എന്താ പറയും മോളെ? മമ്മി, എന്റെ കയ്യിലുള്ള കൈച്ചേരി കാണുന്നില്ല മമ്മി. കാണുന്നില്ലെന്നോ? എന്റെ ദൈവമേ, ഡയമണ്ട് ആണത്, കാണാനില്ലെന്നോ? അതിന്റെ വില കേട്ടാൽ ഇവിടെ കൂടെ എല്ലാവരും ബോധം കെട്ട് വീഴും. അത്രക്ക് വിലയുണ്ട് അതിന്. പപ്പ കഴിഞ്ഞ മാസം ബുർജ് ഖലീഫയുടെ മുകളിൽ പോയി സ്പെഷ്യലായി ഓർഡർ ചെയ്ത് വരുത്തിയതാ. അതാണ് ഈ നാടൻ പിള്ളേരെ അടിച്ചു മാറ്റിയത്. മമ്മി, അത് അവർ തന്നെയാ എടുത്ത്. എനിക്കൊരു സംശയവുമില്ല മമ്മി. ആയിരിക്കും.
ഞാൻ. ഇന്ന് രമയുടെ മക്കളുടെ തനിക്കോണം നാട്ടുകാരറിയും. അയൽവക്കത്തായതുകൊണ്ട് ഇവറ്റുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കാം മനുഷ്യൻ. അയൽവക്കക്കാരായി പോയില്ലേ. വാമോളൂ, നമുക്ക് അവറ്റകളെ ഒന്ന് പോയി കാണാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരിശോധിച്ച് കളയാം. വേണാൻറ്റി, നടക്കാൻറ്റി, എന്തായാലും ഞങ്ങൾ വരുന്നു. ചിത്ര, നമുക്കിനി വീട്ടിലേക്ക് പോവാം. ഗൗരി, അങ്ങോട്ട് നോക്ക്. നീതി ചേച്ചിയുടെ മമ്മി ജ്വല്ലറിയുടെ പരസ്യത്തിന് പോവാന്നാ തോന്നുന്നത്. അതെ അതെ, അത്ര കെട്ടിക്കൊരു നിങ്ങൾ എവിടെ പോവാ ഇത്ര പെട്ടെന്ന്? ഫംഗ്ഷനൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെന്താ ഇവിടെ നിന്നിട്ട്? അല്ലാതെ എല്ലാം കിട്ടിയപ്പോ പോകുന്നതല്ല അല്ലേ? എന്ത് കിട്ടിയെന്നാ? എന്താ നിങ്ങൾ പറയുന്നത്? എനിക്ക് അന്നേ അറിയാമായിരുന്നു ഈ പാവപ്പെട്ട വീട്ടിലെ പിള്ളേരെ ഇങ്ങനത്തെ ആഡംബര പാർട്ടിക്ക് കയറ്റിയാൽ ഇത് സംഭവിക്കുമെന്ന്. നിന്റെ അമ്മ രമ ഇതാണോ നിന്നെയൊക്കെ പഠിപ്പിച്ചു വിട്ടത്? സെക്യൂരിറ്റി, ആ ബാഗ് ഇങ്ങോട്ട് എടുക്ക്. ഈ കുട്ടികളുടെ വീടുകളിലൊന്നും സൗന്ദര്യമുള്ള സാധനങ്ങൾ കാണാൻ കിട്ടില്ലല്ലോ, അതുകൊണ്ട് കൊതിമുത്ത് എടുത്തതായിരിക്കും. ആന്റി, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ക്ഷണിച്ചു വരുത്തി അപമാനിക്കുന്ന ഇതാണ് നിങ്ങളുടെ സംസ്കാരം? അവളുടെ കണ്ണുനീര് കാണാൻ എന്ത് ഭംഗിയാ. നീ ഒന്ന് കരയേ, നിന്റെ കണ്ണുനീര് കണ്ട് ഞാനൊന്ന് ആസ്വദിക്കട്ടെ. ഇവളിപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണാൻ നല്ല ചേലാ. അവൾക്കറിയില്ലല്ലോ അവൾക്കിട്ട് നല്ലൊരു പണി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. പാവം മണ്ടി എല്ലാ ചതിയിലും അങ്ങ് വീണ് കൊടുത്തേക്കും. മണ്ടു ആന്റി, അപ്പോഴേക്കും അവനെത്തിയോ? അവളുടെ പിറകെ തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കി നടക്കുകയാണോ ഇവന്റെ ജോലി? മരങ്ങോടൻ. മണ്ടു ആന്റി, കാര്യമറിയാതെ പൊങ്ങച്ചം പറയരുത്. മോഷണം ആരാണ് നടത്തിയെന്ന് തെളിവില്ലാതെ സംസാരിക്കരുത്. നീ എന്നെ മണ്ടു എന്ന് വിളിക്കരുത്. മണ്ടോദരി, ബാഗ് പരിശോധിച്ചാൽ സത്യം അറിയാം. പിന്നെന്താ? അതെ, അവളുടെ ബാഗ് പരിശോധിക്കണം. ഏയ്, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബാഗ് പരിശോധിക്കുക തന്നെ വേണം. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ?